വിശന്നാണെങ്കിൽ ഊപ്പാടും പറഞ്ഞത് ഗൂഗിളമ്മ ചെന്നെന്ന് പറയണത് സമയമില്ല ആ സമയത്ത് അണ്ണ നമുക്ക് സൈഡും തരണില്ല. എടേ ഈ കടയിൽ നേരത്തെ നീ പോയിട്ടുണ്ടോ? അവിടെ ഇങ്ങനെ തിരക്കിടെ ഇവിടെ നമുക്ക് കയറാൻ പറ്റുമെന്ന് കഴിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. വെളിയിൽ നിന്നിട്ട് തള്ളിയിട്ട് പോകേണ്ടി വരുമ്പോൾ കല്യാണത്തിനുള്ള ആളുണ്ട് അടിവിട്ടിരുന്നാണ് പറയുന്നത്. പലക്കറിയുണ്ട്, ആവേലിയുണ്ട്, സ്ലോപ്പിയുണ്ട്, കട്ടളയുണ്ട്. ചാനലിൽ ഇങ്ങനെ കണ്ടു ഇങ്ങനെ ഒരു കടയുള്ളത്, അതുകൊണ്ട് തേടി പിടിച്ചു വന്നത്. എല്ലാം പൊളിയാണ്, എല്ലാം അടിപൊളി. കാലും വിരലും കൈയും പോയിട്ട് ബാക്കി എല്ലാം ഉണ്ട്. അന്വേഷിച്ച് ഇത്ര ആൾക്കാർ ദൂരം വരണമെങ്കിൽ ആലോചിച്ച് നോക്കണം. ഇവിടെ വേറെ ഒരു ഇതും ഇല്ല. അങ്ങോട്ട് പോകാൻ പിന്നെ കാണാൻ ഡാം മാത്രമേ ഉള്ളൂ അല്ലേ? എന്റെ പോരാ അത് അപ്പുറത്തിരിക്കുന്ന. ഹായ് ഫാമിലി, വെൽക്കം ടു മൈ ചാനൽ മിറാസ് ടൈം. ഞാൻ ഇന്ന് ഒരു കിടിലൻ സ്ഥലത്താണ് പോകാൻ പോകുന്നത്. വിശന്ന് കുടൽ കത്തിയിരുന്നപ്പോൾ എൻ്റെ കൂടെ വന്ന് ഇവൻ പറഞ്ഞതാണ് ഒരു അമ്മച്ചിയുടെ കട ഉണ്ട്, ആ അമ്മച്ചിയുടെ കടയിൽ പോയി കഴിഞ്ഞാൽ സൂപ്പർ ഡാം ഫിഷും അത് ഇതെല്ലാം കിട്ടുമെന്ന്. അപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി കിടക്കണം, അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്. അവിടെ മെയിനായിട്ട് ഡാം ഫിഷും ഊണും കപ്പയും എല്ലാം ഉള്ളതാണ്. ഒരു ചെറിയ കടയാണ്. എങ്ങനെയാണെന്നുള്ള അവിടെ പോയി നോക്കാം. പണ്ട് എപ്പോഴും ഒരു 5-6 വർഷം മുമ്പേ ഞാൻ പോയിട്ട് എനിക്ക് ഓർമ്മ ഉണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്കറിയില്ല എന്താണെന്നുള്ളത്. നമുക്ക് അങ്ങോട്ട് പോകാം. സമയം മണി ഇപ്പം തന്നെ 1 മണി അടുപ്പിച്ചായി. 2 മണി വരെ കാണുമെന്നുള്ളത് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പടപട പോയാലേ പറക്കുള്ളൂ. ഓക്കെ, വാ. സമയമില്ല, ഇത് ചെയ്യണം. കട്ട ചൂടും പിടിയിൽ വറുത്തിവിടാം. വിശന്നാണെങ്കിൽ ഊപ്പാടും പറഞ്ഞു. നീയല്ലേ പറഞ്ഞത് ഇവിടെ അടുത്താണ് അമ്മച്ചിരി കട. 2 മണിയിലേ ഉള്ളൂ എന്നും പറയണം. ഞായറാഴ്ച അല്ലേ? ഇവിടെ നിന്ന് കൊണ്ടേ ഗൂഗിളമ്മ ചെന്നെന്ന് പറയണത്. കുറേ നേരത്തെ കിടന്ന് കറങ്ങണ്. ഇവർ പറയണ ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. എവിടെയെങ്കിലും കൊണ്ട് കുടിയെ കൊണ്ട് ഇടോ? നോക്കാം. രണ്ട് മണിക്ക് മുമ്പ് എത്തിയാൽ മാത്രമേ അവരെ കട. ഞായറാഴ്ചയാണ്, ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ് അമ്മച്ചിയുടെ കട. പക്ഷേ ഇവൻ പറഞ്ഞ് പെട്ടെന്ന് നമുക്ക് പോവാം. അപ്പോൾ ഒരു 1 മണിയായപ്പോഴെൻ്റെ പഴയ നമുക്ക് എടുത്തുകൊണ്ട് പോയി അവിടെ പോയി ഒരു ഷൂട്ട് ചെയ്യാം. ഉച്ചയ്ക്ക് വിശക്കുകയും ചെയ്യാണ്. ഡാം ഫിഷ് പിന്നെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നോക്കാം. സൂപ്പർ റോഡ്. പോലീസ് എണ്ണം പറഞ്ഞു. ഞായറാഴ്ച റോഡ് ഒരു മനുഷ്യനില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. നോക്കിയാണ് റോഡ് 6:60 പോകണം. കണ്ടാ ഇവിടെ എന്തൊരു ബോർഡ് ഉണ്ടല്ലോ. അമ്മച്ചീരെ ഒന്നും പറയാനില്ലേ? ഗൂഗിൾ അമ്മച്ചി ഇവിടെ മണ്ണ KSRTC ഒരു മനുഷ്യനുണ്ടല്ലോ. സമയമില്ല ആ സമയത്ത് അണ്ണ നമുക്ക് സൈഡും തരണില്ല. നോക്കിയാണ് ഇവിടെ നിർത്തും കേട്ടോ, ഇവിടെ നിർത്തും. ലൈറ്റൊക്കെ കത്തി. അപ്പോൾ നമുക്ക് കയറാം. ഓക്കെ, താങ്ക് യു. എടേ ഈ കടയിൽ നേരത്തെ നീ പോയിട്ടുണ്ടോ? അവിടെ ഞാൻ പക്ഷേ 1-2 പ്രാവശ്യം വീഡിയോ കണ്ടിട്ടുണ്ട് കേട്ടോ. അമ്മച്ചി ചിലപ്പോൾ ദേഷ്യപ്പെടുന്നതൊക്കെ പറയണ അവർക്ക്. നോക്കാം. എന്നാൽ ഞായറാഴ്ച തിരക്ക് സമയം കൂടെയാണ്. ഇവിടെ റോഡുണ്ട്, സൂപ്പർ റോഡ്. ഞാൻ വേണേ ബോർഡിൻ്റെ അടുത്ത് ഒരു ഭയങ്കരമായ മല അല്ലേ പോകുന്നു. അമ്മച്ചിയുടെ കട എത്താറായെന്നാണ് ഇവൻ പറയണത്. പിന്നെ ഗൂഗിൾ അമ്മച്ചിയും പറയണത്. എനിക്കറിയില്ല, നോക്കാം നമുക്ക്. ഈ വളം കഴിഞ്ഞിട്ടാണല്ലേ? സൂപ്പർ കേട്ടോ. എന്തൊരു തിരക്കിടെ ഇവിടെ. നമുക്ക് കയറാൻ പറ്റുമെന്ന് കഴിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. വെളിയിൽ നിന്നിട്ട് തള്ളിയിട്ട് പോകേണ്ടി വരുന്നോ? ഇതെടുത്ത പാർസൽ വാങ്ങിച്ചോണ്ട് പോകാനേ പറ്റുള്ളൂ കേട്ടോ. തള്ളണണ്ട. ഒരു കുറച്ച് അരപ്പും എന്തെങ്കിലും ഒന്നും കിട്ടിയാൽ വണ്ടി ഇറങ്ങി 1 കിലോ ആള് കിടക്കണ കണ്ട, തിരക്ക് കണ്ട. എനിക്ക് തോന്നലില്ല. നീയല്ലേ പറഞ്ഞത്? നോക്കിയാണ്, അങ്ങോട്ട് നോക്കിയാണ്. അപ്പോൾ എന്ത് ചെയ്യൂടെ?
ഇത്ര ഒരു കല്യാണത്തിനുള്ള ആളുണ്ട്. അതോ ഹോട്ടൽ അക്ഷയ മാത്ര പേര് കണ്ട പാർസൽ എന്തെങ്കിലും കിട്ടുമോ? ഇതൊന്നും കഴിച്ചില്ല, പാർസൽ കിട്ടുമോ? എന്തൊക്കെ ഉണ്ട് പറയാ. നമുക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്, എത്ര സമയം കഴിഞ്ഞ് കിട്ടുമെന്ന് അറിയില്ല. പക്ഷെ എന്തായിരുന്നാലും ഇത്രയും തിരക്ക് ഈ വനത്തിൻ്റെ ഈ ഉള്ളിലോട്ട് ആൾക്കാർ അന്വേഷിച്ച് വരുന്നത് വെച്ചാൽ ഇത് 10-100 വണ്ടി വന്ന് നടക്കണ്ടേ. ഈ സംഭവം പൊളിയല്ലെങ്കിൽ പിന്നെ എത്ര വണ്ടി വരും? എന്തോ ടേസ്റ്റ് കാണോ? അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ച് നോക്കട്ടെ. അത് നമ്മുടെ ഹോട്ടൽ അക്ഷയ പാത്രം, ഊണ്, കപ്പ, ചിക്കൻ കറി, ചിക്കൻ തോരൻ, പുഴമീൻ തലക്കറി, സ്പെഷ്യൽ ഫുഡ് ഓർഡർ ഉണ്ടാ. പുഴമീൻ തലക്കറി നമ്മൾ പറഞ്ഞിങ്ങനെ പുഴമീൻ തലക്കറി ആയിരിക്കും മിക്കവാറും. വേറെ തലക്കറി കാണാൻ അവിടെ സാധ്യത കുറവാണ്. ഈ കടൽ മീൻ ഇവിടെ ഇല്ല. എന്തായാലും ഇറങ്ങി ഒരു പിടി പിടിക്കാം. 50 പേർക്ക് 100 പേര് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടെന്ന് വേണം, നോക്കിയിട്ട് വരാൻ പോയി. ഓക്കെ, കണ്ടാ ആള് കണ്ടാ? കിച്ചനെ ഒന്ന് കയറി നോക്കാം. കിച്ചൻ കയറ്റോന്ന് അറിഞ്ഞോളൂ, നോക്കാം. അമ്മച്ചി ഇത് പിന്നെ എന്താണ്? മീൻ എന്തിനാണ് സാധനം? ആവേലി, സിലോപ്പിയ, കട്ടള, ഇതെല്ലാം നമ്മളെ പുഴമീനാണോ? ഇതെല്ലാം പുഴമീൻ. മസാല സ്പെഷ്യൽ മസാലയാണ് അല്ലേ? ഓക്കെ 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 ഓക്കെ. മീൻ കേട്ടോ, സൂപ്പറാണ്. എത്ര കിലോ മീൻ ഇത്? കിലോ കണക്കൊന്നും നമുക്ക് അറിഞ്ഞൂടാ. എങ്കിലും വ്യത്യാസം കണക്ക് 2 കിലോ 1 കിലോ എല്ലാം ആയിരിക്കും. ഇതിന്റെ തല തന്നെ നമ്മൾ തലക്കറി ആയിട്ട് എടുക്കണം അല്ലേ? ഇതിന്റെ തലയല്ല, അത് വേറെ. ഈ തല ഇതായിരിക്കുന്ന തല. ഇത് വലിയ തല. ഇത് ഓക്കെ ഓക്കെ ഓക്കെ. ഇത് അത് അവിടെ കറിക്കെടുത്ത് ഇതൊന്നും ഇവിടെ കിടക്കണം. ശരി ശരി ശരി. ഇത്ര ആൾക്കാർ വന്നിരിക്കുന്നത് ഇത് എന്ത് തിരക്കല്ലേ? ഇത് ഇത്രയും വരെ കഴിച്ചിട്ട് പോകുമ്പോൾ എത്ര സമയമാവും? അത് സമയം ഒരു അരമണിക്കൂറാവും. ഒരു കളനി 50 പേര് ഇരിക്കുമ്പോൾ അരമണിക്കൂറാവും. അയ്യേ ഇത് എവിടെ നിന്ന് ഈ ഇത്ര വലിയ കപ്പയൊക്കെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇത് എവിടെ നിന്നുണ്ടോ കപ്പ? ഇവിടെ നമ്മുടെ വെള്ളയുടെ പഞ്ചായത്തിനകത്തുള്ള കപ്പത്തോട്ടത്തിൽ നിന്ന് കൊണ്ടുവരുന്നതാ. സൂപ്പർ കപ്പയാണല്ലോ ഇത്. അതെ, ഇത് കിടിലൻ കപ്പയാണ്. എത്ര കഷ്ണമാക്കിന്ന് കണ്ടല്ല? അപ്പോ അത് കണ്ടാടേ? ഇത് കണ്ടാ സംഭവം കണ്ടാ? പൊളിയാണ് പൊളി. ഇതൊക്കെ കണ്ടോ? ഇങ്ങനെയൊക്കെ കണ്ടിച്ച് തുണ്ടിച്ചൊക്കെ തന്നാലേ നിങ്ങളുടെ കയ്യിലുള്ള കാശ് ഞങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ശരി ശരി ശരി. നിങ്ങൾക്ക് ഊണ് തന്നാലേ തരുള്ളൂ, അല്ലാതെ നിങ്ങൾ തരില്ലല്ലോ. അപ്പോൾ സംഭവം ആൾക്കാർ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് അമ്മച്ചിയുടെ അടുത്തോട്ട് പോട്ട്. അമ്മച്ചിയുടെ സ്വഭാവം എങ്ങനെയാണെന്ന് എനിക്കിപ്പോൾ അറിയില്ല. കുറച്ച് പെട്ടെന്ന് ചൂടാവൂല്ലേ? അടി കിട്ടുമെന്നാണ് പറയുന്നത്. അമ്മച്ചി നേരത്തെ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഒന്നുമെല്ലാം കിട്ടുമോ? നിങ്ങളെ കാണുന്ന ദൂരം വന്നത് മക്കളെ. അമ്മച്ചി നമ്മളോട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തിരക്കാണ്. ആ ബില്ലെല്ലാം മാറ്റിയ ശേഷം അമ്മച്ചി നമ്മുടെ അടുത്തോട്ട് കിച്ചണിലോട്ട് വരും. അവിടെ എല്ലാം കൊണ്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ കാണാൻ ഒരുപാടുണ്ട്. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഇത് വേറൊരു റെസ്റ്റോറൻറ്റ് വന്നതായിട്ടല്ലേ തോന്നുന്നത്. ഇതിവിടെ വേറൊരു എന്തോ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ വന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മുടെ സാറിന് ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന റെസ്റ്റോറൻറ്റ് പോലല്ല. ഇത് ഈ ഏരിയ തന്നെ ഒരു വലിയൊരു പ്രത്യേക ഒരു സ്ഥലമായി മാറുകയാണ്. സൺഡേ ആയിട്ടാണ്. ഇത് കഴിഞ്ഞ് ആൾക്കാർ ഇങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. ഇവരൊന്ന് ചോദിച്ചത് നിങ്ങളോട് ഇവിടെ കഴിക്കാൻ വേണ്ടി വന്നവരാണോ? ഞങ്ങൾ വേറെ പാലക്കാട് നിന്നാണ് ആക്ച്വലി വരുന്നത്. പക്ഷേ ഞങ്ങൾ വേറെ സ്ഥലത്ത് ഇവിടെ വന്ന അന്നേരം കേട്ടിട്ട് അങ്ങോട്ട് വന്നത്. ശരി ശരി. കഴിച്ചു. അടിപൊളി. ശരി ശരി. പേരെന്താണ്? രാകേഷ്. പാലക്കാട്. നമ്മൾ ഒരുമിച്ചാണ്. ശരി ശരി. പേരെന്താണ്? സിദ്ധാർത്ഥ്. ഓക്കെ ഓക്കെ. ഇഷ്ടപ്പെട്ടല്ലോ? ഇഷ്ടപ്പെട്ടു. നല്ല സൂപ്പർ ഫുഡ് കേട്ടോ. ശരി ശരി. അടിപൊളി ഫുഡ്. പേരെന്താണ്? എൻ്റെ പേര് നിതിൻ. നിങ്ങൾ എവിടെ നിന്ന് പറഞ്ഞാൽ? കഴക്കൂട്ടം. ശരി ശരി. ടേസ്റ്റ് ഉണ്ടല്ലോ. ഫ്രൈ കൊള്ളാം. ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ചാനലിൽ ഇങ്ങനെ കണ്ടു, ഇങ്ങനെ ഒരു കടയുണ്ടത്, അതുകൊണ്ട് തേടി പിടിച്ചു വന്നത്. ഇഷ്ടപ്പെട്ടു. ബാബാ അകത്തോട്ട് പോവാം. മക്കള് ഹലോ, തല വേണോ? തലക്കറി വേണോ? ഒന്ന് ഇവിടെ വേണോ? അടുത്ത് ഇവിടെ വേണോ? തലക്കറി വേണോ? 2 അടുത്ത് ഇവിടെ വേണോ? തലക്കറി വേണോ? ഐറ്റങ്ങൾ എന്തൊക്കെയാണ്? ഐറ്റങ്ങൾ ഇത് ചമ്മന്തി, മാങ്ങ ചമ്മന്തി, വൻപയർ ഉലത്തിയത്, ഇത് കപ്പ കുഴച്ചത്, ഇത് സലാഡ, ഇത് ചിക്കൻ പരട്ട്, ഇത് അവിയല്, ഇത് ഇഞ്ചിക്കറി വറുത്തരച്ച്, ഇത് മാങ്ങ അച്ചാറ്, ഇത് ബീട്രൂട്ട് കിച്ചടി, അത് അവിയല്, ഇനി മീൻകറി ഉണ്ട്, പുളിശ്ശേരി ഉണ്ട്, തലക്കറി ഉണ്ട്,
ആവേലിയുണ്ട്, സ്ലോപ്പിയുണ്ട്, കട്ടളയുണ്ട്, പിന്നെ മൃഗാളുണ്ട്. എല്ലാം പൊളിയാണ്, എല്ലാം അടിപൊളി സംഭവം. കണ്ടല്ലോ എത്ര ചട്ടിയിൽ എന്തെല്ലാം ഐറ്റം കിടക്കുന്നത് കണ്ടല്ലോ. പല പല ഐറ്റംസാ. അതാ ഇത് ഫ്രൈ, ഇതാ രാവിലെ എന്തോണ് നേരത്തെ ഫ്രൈ, ഇതാ സൂപ്പറായിട്ട് എല്ലാം മസാല ഇട്ട് വെച്ചൊക്കെയാണ്. ഫുള്ള് മീൻ മസാല ഇട്ട് ഫുള്ള് തലയാണ്. കണ്ട നോക്കിയ തല കണ്ട. ഇതെല്ലാം നമ്മൾ സാധാരണ നമ്മൾ കഴിക്കുന്ന മറ്റേ കടപ്പുറം മീനിൻ്റെ സാധനമല്ല, ഇതെല്ലാം ഡാം ഫിഷാണ്, വളർത്തി മീൻ. അതായത് ഡാമിലും പിന്നെ അതുപോലെ വളർത്തുന്ന മീനിൻ്റെ ഒക്കെ സാധനങ്ങളാണ്. നമ്മൾ ഡാം ഫിഷാണ് മെയിൻ. ഇത് അടുത്തതാ മസാല ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സൂപ്പർ കപ്പയാണ്. കണ്ട വെണ്ണ കണക്കിരിക്കുന്ന കപ്പ. നമ്മൾ സാധാരണ കടകളിൽ പോയി കഴിഞ്ഞാൽ വെള്ളം വീത്തി ഒരുമാതിരി കുഴച്ചേ വിടുള്ളൂ. നല്ല സൂപ്പർ കപ്പയാണ്. ഇതാവോല് എന്താ ചെയ്ത് സാധനം ആവോല്. 50 പേര് ഒരു സമയത്ത് ഇരിക്കുക. 50 പേര് കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത 50 പേര് കയറും. അടുത്ത 50 പേരിൽ നമുക്ക് കയറി ഇരിക്കാൻ പറ്റുമോ നോക്കാം. ഞാൻ അതിന് വേണ്ടി ട്രൈ ചെയ്യണം. ഓക്കെ, വെയിറ്റ് ആൻഡ് സീ. ഫുഡ് കഴിച്ചു കഴിഞ്ഞാ കൊള്ളാം, ഇഷ്ടപ്പെട്ടാ? എവിടെ നിന്ന് പറഞ്ഞാ? ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്? അതെ, പേരെന്താണ്? ശിവനയ. ഇഷ്ടപ്പെട്ടാ? എന്താണ് കഴിച്ചത്? ചോറ്. പിന്നെ മീനിലെന്ത് കഴിച്ചു? മീനിലെന്ത് പൊരിച്ചതാണോ തലക്കറിയാണോ? പൊരിച്ചത്. ഇഷ്ടപ്പെട്ടാ? നമ്മൾ അന്വേഷിച്ച് വന്ന കട ഇതാണ് കേട്ടോ. കണ്ടല്ലോ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സംഭവം പൊളിയാണ്. എല്ലാവരും അഭിപ്രായവും നല്ല സൂപ്പർ അഭിപ്രായമാണ്. ഞാൻ കഴിച്ചിട്ട് ഇനിയിപ്പോൾ വലിയ അഭിപ്രായം പറയാനൊന്നുമില്ല, എങ്കിലും സൂപ്പറാണ്. ഓക്കെ, അതിലോട്ട് പോവാം. വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്ത ആൾക്കാർ കയറുമ്പോഴേ കയറാൻ പറ്റുള്ളൂ. ഓക്കെ, കാലും വിരലും കൈയും പോയിട്ട് ബാക്കി എല്ലാം ഉണ്ട്. കരട് കൂമ്പ് കല്ലാങ്ങ എല്ലാം ഉണ്ട്. അമ്മച്ചി പൊളിയാണ് കേട്ടോ. പിന്നെ അല്ലാണ്ട് ഇതൊക്കെ പറഞ്ഞ് ജീവിക്കാതെ പിന്നെ ഇനി എന്ന് അതാ അടുത്ത സാധനങ്ങളാണ് ഇതിൽ ചേർക്കാനുള്ള സാധനങ്ങളാണ്. ഇതാ കണ്ടല്ലോ, ഇതാ ചതപ്പ് അല്ലേ? ചതപ്പും മറ്റേ ഇതിൽ സവാള ചേർക്കൂല, ചെറിയ ഉള്ളിയാണ് ഫുള്ള്. സവാള വളരെ കുറച്ചല്ലേ ഉള്ളൂ. ഈ സംഭവം നാടൻ കോഴി പെരട്ടാണ് കേട്ടോ. നാടൻ കോഴി പെരട്ട ഒരു വേറെ സ്റ്റൈലാണ് വയ്ക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇട്ട് വെന്ത് പിന്നെ എല്ലാം വിറകടുപ്പിലാണ്. അപ്പോൾ സംഭവം ആദ്യം ഇവർ കോഴി കൊണ്ടുവന്ന് നല്ല കഴുകി റെഡിയാക്കിയിട്ട് സ്കിന്നോട് കൂടി കൊണ്ടുവന്നിട്ട് അതിൽ വെള്ളമില്ലാതെ കൊണ്ടിട്ട് ഞാൻ കണ്ടത്. വെള്ളമില്ല, ഒരു തുള്ളി വെള്ളമില്ല ഇട്ടിട്ട് ബാക്കി ചെറിയ ഉള്ളിയും അതിൻ്റെ കൂടെ തന്നെ സവാള, കുറച്ച് സവാള, പിന്നെ തക്കാളി, പിന്നെ ഇവർ തേങ്ങ വറുത്തരച്ച തേങ്ങ, അത് വറുത്തരച്ച തേങ്ങ അതും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് മല്ലിയില, പുതിനയില, രമ്പയില എല്ലാം കൂടെ ചേർത്ത് ഇത് അടച്ചു വയ്ക്കുകയാണ്. ഇനി ഇതിൽ കിടന്ന് വേവില്ലേ. എന്നിട്ട് ലാസ്റ്റിൽ വെളിച്ചെണ്ണ ഒഴിക്കും അല്ലേ? അപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാവുണ്ട്. ഈ കട ഇത്രയും ആൾക്കാർ വന്ന് നിൽക്കുന്നത്. മുമ്പ് ഈ കട എവിടെയായിരുന്നു? കുറച്ച് താഴോട്ടല്ലേ? കോൺവെന്റിനും ഒരു 1.5 പർലാങ്ങിന് അടുത്തായിരുന്നു. ഒരു ചെറിയ കടയായിരുന്നു. എത്ര പേര് ഇരിക്കാനുള്ള സീറ്റിംഗ് ഉണ്ടായിരുന്നു? അന്നേരം ഒരു 10-15 പേര് ഇരിക്കില്ലേ അല്ലേ? ഇവിടെ വന്നിട്ട് ജനുവരി മാസം 15-ാം തീയതി വന്നു. അവരുടെ മോൻ വന്നു, ഉദ്ഘാടനം ചെയ്തു. പുള്ളിക്കാരൻ ജോലി സ്ഥലത്ത് പോവുകയും ചെയ്തു. പിന്നെ അമ്മച്ചി ഇത്തിരി കഷ്ടപ്പെട്ട് തന്നെ ഇതൊക്കെ ഇത്രത്തോളം കൊണ്ടുവന്നത്. ഇത്രയും ഫേമസ്. ഓ, അമ്മച്ചി തന്നെ ആരെന്ത് പറഞ്ഞാലും, ഈ ലോകരെന്ത് പറഞ്ഞാലും, അമ്മച്ചിയുടെ മക്കൾ പറഞ്ഞാലും ബന്ധുക്കൾ പറഞ്ഞാലും എനിക്കറിയാമെന്നുള്ളതാണ്. അമ്മച്ചി ഇച്ചിരി കഷ്ടപ്പെട്ട് തന്നെ ഈ പാതയോളം വന്നത്. ഇപ്പം ഈ ഭാഗത്ത് ഇവർ അന്വേഷിച്ച് ഇത്ര ആൾക്കാർ ദൂരം വരണമെങ്കിൽ ആലോചിച്ച് നോക്കണം. ഇവിടെ വേറെ ഒരു ഇതുമില്ല. അങ്ങോട്ട് പോകാൻ പിന്നെ കാണാൻ ഡാം മാത്രമേ ഉള്ളൂ അല്ലേ? എന്റെ പോര അത് അപ്പുറത്തിരിക്കുന്ന. അപ്പൊ ഇവരെ വീട് മുകളിലാണ്, അടുത്തായിരിക്കുന്ന എന്റെ പോര. അപ്പൊ ഞങ്ങൾ അമ്മച്ചി ഇനി അടുത്ത കയറുന്ന ട്രിപ്പിലേക്ക് കയറിയില്ലെങ്കിൽ ഞങ്ങൾക്ക് കുടൽ വയറ് വിശന്നാണ് വന്നത്. ഞങ്ങൾ അങ്ങോട്ട് പോവേണേ. രണ്ട് തലയൊക്കെ കഴിച്ചിട്ട് പോയിക്കോ. അമ്മച്ചി കറി അടിപൊളി തലക്കറിയുണ്ട്. ഈ ഫുഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഇതിന് ഷെയർ ചെയ്യണം.
സബ്സ്ക്രൈബും ചെയ്യണം. എന്തിന് സബ്സ്ക്രൈബും ചെയ്യണം. ആ സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കേ. ഓക്കെ ഓക്കെ. അമ്മച്ചി എന്റെ ചേച്ചിയാണ്. പോട്ട് തള്ളയാണ്. ദൈവമേ. നമ്മളിവിടെ 1 അല്ല 2 അല്ല 3 മണിക്കൂർ ഇരുന്നാലും അകത്തിരുന്ന് കഴിക്കാൻ പറ്റില്ല. ഞാൻ പാർസൽ വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. ഡാമിൻ്റെ അവിടെ പോയി ഒന്ന് കഴിക്കാം. ഓക്കെ, അപ്പം ഞാനൊന്ന് സംസാരിച്ചു പോകും. ചേച്ചി, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇരുന്ന് കഴിക്കാൻ പറ്റില്ല, പാർസൽ തന്നാൽ മതി. ഒരു തലയും തല ഊണ് കപ്പ ഒന്ന് മതി. ഒരു കപ്പ, ഒരു തല, ഒരു ഊണ്, പിന്നെ ഫ്രൈ, ഒരു ആവല് ഫ്രൈ കേട്ടോ. തരോ? ഞങ്ങൾ പാർസൽ വാങ്ങിച്ചിട്ട് പോവുകയാണ്. ഇവിടെ തിരക്കില്ല. അപ്പം നമ്മൾ വേറെ എവിടെയെങ്കിലും പോയിരുന്ന് കഴിച്ച് കാണിക്കാം. ഇല്ല അതെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനിയിപ്പം ഡാമിൻ്റെ അവിടെ എവിടെയെങ്കിലും പോയിരുന്നിട്ട് കഴിക്കാനായിട്ട് ഞാൻ തലയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമ്മച്ചി, ഇനി ഇതെല്ലാം കഴിച്ചിട്ട് നിങ്ങൾ എപ്പോഴാണ് ആരും കഴിക്കുന്നത്? എനിക്കാ ഞാൻ കഴിച്ചു നടന്നു. ദൈവം എന്നെ വളർത്തുന്നു. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. ഞാൻ മതിയാക്കട്ടോന്ന് നടക്കട്ടെ. നിർത്തണമെന്ന് നടക്കണം. മടുത്തുപോയി. അങ്ങനെ മടുക്കാൻ പാടില്ല. നമ്മള് വയസ്സാകാലത്ത് എന്തെങ്കിലും ചെയ്താലേ എനർജി കിട്ടുള്ളൂ. അതല്ല, ലോറിയും കാറും വരാതെ ഇരിക്കാനല്ലേ ഇതിലൊക്കെ ചെയ്യുന്നത്. ലോറിയും കാറും വരാതെ ഇരിക്കാൻ ഇപ്പൊ ഇങ്ങനെ ഈ തൊഴിലുറപ്പ് വന്നതിൽ ആനപ്പാറ ആശുപത്രിയിൽ ഒഴിവുണ്ട്. കാറും വണ്ടി അധികം ഇല്ല. ഇന്ന് വരുവോ? പാവം പെണ്ണ് വെള്ളം കുടിയില്ല. അപ്പം നമ്മൾ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഫുഡ് ഞാൻ വാങ്ങിച്ചിട്ട് വരുന്ന കഴിക്കും. എന്നിട്ട് എന്റെ റിവ്യൂ പറയണമായിരിക്കും. നമ്മളൊരു സഹകരിച്ചെന്നെ വളരെ നന്ദി. ആ പുട്ടിന്റെ പൈസ എന്നെ വേണം ഏൽപ്പിക്കാം, അവിടെ അല്ല. അല്ല നിങ്ങൾ ഏൽപ്പിക്കും. ശരി, പുട്ട് വാങ്ങിക്കേ. ശരി ഒരു മുഴുവൻ സ്ലോപ്പി വാങ്ങിക്കേ. അത് വാങ്ങിച്ചു. അത് പറഞ്ഞ് പിന്നെ തലക്കറി പറഞ്ഞു, കപ്പ പറഞ്ഞു, പിന്നെ ഊണും പറഞ്ഞിട്ടുണ്ട്. എല്ലാം സെറ്റ് വാങ്ങിക്കേ. പൈസ ഇവിടെ തന്നെന്ന് പറഞ്ഞ് വാങ്ങിക്കണം. പൈസ തന്നിട്ടേ പോകുള്ളൂ. അത് ഇരിക്കട്ടെ. ശരി. കൊച്ചുമോ ഇപ്പല്ലേ ഇത് ഇവിടെ ക്യാമറയിൽ പിടിച്ച മനസ്സിലായി. ഇത് വർഷം കൊണ്ട് ലോകം കറങ്ങി സ്വർണവും പൈസ എല്ലാം കൈ നിറയെ വാങ്ങിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പം എന്റെ വാക്ക് വരണ മക്കൾ അനുസരിച്ചിട്ടുണ്ട്. അനുസരിക്കും. അത് മതി. ശരി, വാങ്ങിച്ചോണ്ട് വാ. അടുത്ത സ്റ്റെപ്പ് വാങ്ങിച്ചോളി. എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. എത്രയായി? ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞ എന്തുമാത്രം വിലയുള്ള ആളുകൾ എന്നെ ക്ഷീണപ്പെടുത്തിയിട്ടില്ല. ഡബിൾ അടിച്ച് പോട്ടെ. സന്തോഷം, ഹാപ്പി, എല്ലാം സന്തോഷം. ടാറ്റ. എല്ലാവരും ചാനൽ കാണണമെന്ന് പറയും. എല്ലാവരും കാണണം. നാട് എല്ലാ മക്കളും നല്ലതായിട്ട് വരണം. ഈ കട തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഇനിയും തിരിച്ചറിയണം. ഓക്കെ, എല്ലാവരും എല്ലാം പറഞ്ഞു. കഴിക്കാൻ പോവുകയാണ്. ശരി, മക്കൾ കഴിച്ചിട്ട് വാ. അഭിപ്രായം വൈകിട്ട് വിളിച്ചു. ശരി, ഓക്കെ. നമ്മളെ സാധനം കിട്ടി, നമ്മളിത് കൊണ്ടുപോകണം. ഇന്നൊരു വാഴയില വേണം. അത് എവിടെ നിന്ന് സംഘടിപ്പിച്ചാൽ അടിപൊളിയായിരിക്കും. ഓക്കെ, ഇവിടെ എവിടെ ഡാം ഉണ്ടെന്നല്ലേ നീ പറഞ്ഞത്? ഡാം എന്തൊരാളുടെ ഇത്? അപ്പോൾ ഈ വനത്തിനകത്ത് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇത്ര ആൾ എവിടെ നിന്ന് പറഞ്ഞെന്ന് എനിക്കറിയില്ല. ആൾക്കാരെ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അമ്മച്ചി നല്ല സൂപ്പർ സഹകരണമാണ് നമ്മുടെ അടുത്ത്. ഞാൻ ഇങ്ങനെ ഹോട്ടലിൽ വന്നിട്ട് ഇങ്ങനെ നമ്മളെ ഈ രീതിയിൽ നമ്മളെ സ്വീകരിക്കുന്ന ഒരാളെ കണ്ടിട്ടില്ല. അവരെ വളർച്ച അത് തന്നെയാണ്. ദേഷ്യപ്പെടുന്നു വിചാരിച്ചാലാണ് ഞാൻ വന്നത്. പക്ഷേ അവർ ഒരു ദേഷ്യം പെട്ടില്ല. നമ്മൾ അത്ര നല്ല സ്നേഹത്തോടു കൂടി നമ്മളെ സ്വീകരിച്ചു. സൂപ്പർ സ്ഥലം, നോക്ക്, അടിപൊളി സ്ഥലം. ഇവിടെ ഇരുന്ന് കഴിച്ചാൽ കൊള്ളായിരുന്നു. പക്ഷേ ഡാമിൽ പോകല്ലേ.
ഇവിടെ മൊത്തം പുറത്തിച്ചൊക്കെ തോട്ടം. ഞാൻ സാധാരണ ഇത് കണ്ടിട്ടുള്ളതേ കോട്ടയം ഭാഗത്താണ് കേട്ടോ. അടിപൊളി പ്രകൃതി മനോഹരമായ സ്ഥലം, സൂപ്പർ കണ്ടാ. ഒരു വാഴയില സംഘടിപ്പിച്ചാലും നമ്മൾ ഈ സാധനം ഇട്ട് കഴിക്കാൻ പറ്റുള്ളൂ. ഞാനൊന്ന് ട്രൈ ചെയ്തിട്ട് വരാം, എന്താണെന്ന് അറിയില്ല. ചേച്ചി ഒരു വാഴയില മുറിച്ചോട്ടാ. അമ്മച്ചിയുടെ കടയിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളൊക്കെ ദാ കിടക്കുന്നു കണ്ടല്ലോ, ദാ ഇവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഇത്ര നേരം അന്വേഷിച്ച് വന്നിട്ടാണ് ഈ പ്രകൃതി അടിപൊളി സ്ഥലം കണ്ട. ഈ സ്ഥലത്തിൻ്റെ അടുത്തിരുന്നാണ് ഞാൻ കഴിക്കുന്നത്. അവിടുത്തെ തിരക്കുണ്ടല്ലോ, 50 പേരിറങ്ങുമ്പോൾ 50 പേര് കയറും, പിന്നെ 50 പേര് ഇറങ്ങുമ്പോൾ 50 പേര് ഇറങ്ങും. അതുകൊണ്ട് നമുക്ക് അവിടെ സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് മാച്ച് ഇവിടെ കൊണ്ടുവന്നത്. സെറ്റപ്പാണ്. ഇതാ ഇത് കണ്ട, ആവോലി എന്ന് പറഞ്ഞാൽ സമയമില്ല. ഓ ആദ്യം ആവോലി എൻ്റെ ഒന്ന് ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഓ സൂപ്പറാട്ടാ. കപ്പയും തലക്കറിയും അടിപൊളി. നാടൻ കോഴി പെരട്ട് കൊള്ളാം കൊള്ളാം കൊള്ളാം. നമ്മൾ ഉണ്ടാകണ കണ്ടത് ഒത്തിരി നാടൻ കോഴി തന്നെ. തല ഇങ്ങനെ കഴിക്കാം. സൂപ്പർ തല, അടിപൊളി. എല്ലാ ഫുഡും ഒന്നിനൊന്ന് മെച്ചമാണ്. ഇത് സാധാരണ നമ്മൾ ഡാം ഫിഷ് ആയതുകൊണ്ട് എല്ലാവരും പറയും ചെളിയുടെ ചവ ഉണ്ടാകുന്നുണ്ടെന്ന്. ഇത് ഒരു ചവയല്ല, സൂപ്പറായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കണിൽ ഞെക്കണം. മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. ഗുഡ് ബൈ. ഇത്ര സാധനം കഴിച്ചിരിക്കാനുണ്ട്.